സമുദ്രോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് ഉയർത്തുന്നതിന് കൃത്രിമ പാര നിക്ഷേപം അത്ഭുതാവഹമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിഴിഞ്ഞത്ത് കൃത്രിമ പാര നിക്ഷേപത്തിന്റെ ഭാഗമായി നടന്ന സമുദ്രോത്സവം ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര പദ്ധതികളിലൂടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യാപക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഇതിലൂടെ മത്സ്യബന്ധന മേഖലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ലോകത്തിൽ നമ്മൾ ഈ ഫിഷറീസ് രംഗത്ത് 2ാം സ്ഥാനത്താണ്. അത് വളരെയധികം വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കടൽ മത്സ്യബന്ധനവുമുണ്ട്, ഉൾനാടൻ കൃഷിയുമുണ്ട്. അതിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോന്നിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. കേരളത്തിൽ കൂടുതലും ഇപ്പോഴ് കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന സംവിധാനമാണ്. അക്വാകൾച്ചർ പടിപടിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൃത്രിമ പാലിന്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ്. മിനിസ്ട്രിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും മന്ത്രി സജി ചെറിയാനും ചേർന്നാണ് പാരുകൾ നിക്ഷേപിച്ചത്. ലോകത്ത് മത്സ്യബന്ധനത്തിൽ ഭാരതം 2ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മാത്രം 42 ലൊക്കേഷനുകൾ തിരഞ്ഞെടുത്താണ് പാരുകൾ നിക്ഷേപിച്ചതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. തൊഴിലും ജീവനോപാധിയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തീരദേശ ജില്ലകളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടെ നടത്തിവരുന്ന കൃത്രിമ പാല് നിക്ഷേപം, അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തീരക്കടലിൽ 42 ലൊക്കേഷനിലായി 6300 എണ്ണം കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഭരണാനുമതി നൽകിയത്.